മുബഷിർ അക്ബർ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് PMA സലാമിനെ കുറിച്ചാണ്. അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാൻ തയ്യാറായി നേരത്തെ തന്നെ തീരുമാനവും എടുത്തതാണ് മുന്നണിക്കുള്ളിൽ. പക്ഷേ ആ പ്രഖ്യാപനം വൈകിപ്പോയത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ നിർണയിച്ച ശേഷം കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് എന്ന ഒരു വിമർശനം ലീഗിനുള്ളിൽ ഉണ്ടോ മുബഷിർ? തീർച്ചയായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അഭിപ്രായമാണ് മുസ്ലിം ലീഗിനുള്ളത്. നേരത്തെ തന്നെ ലീഗ് വ്യക്തമാക്കിയതാണ്. UDF-ഉമായി ചേർന്ന് നിൽക്കുന്ന കക്ഷികളൊക്കെ തന്നെ ഒപ്പം നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കണമെന്നൊരു നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ പുതുതായിട്ട് അൻവറുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇന്ന് PMA സലാം റിപ്പോർട്ടർ ചാനലിനോട് നടത്തിയിരിക്കുന്ന സുജയ പാർവതി. അതായത് സലാം പറയുന്നത് നേരത്തെ UDF യോഗത്തിൽ വളരെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിരുന്നത് അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അൻവറിനെ UDF-ലെ അസോസിയേറ്റ് കക്ഷിയാക്കാം എന്നുള്ളതായിരുന്നു. ഇതിന്റെ ഒരു പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ UDF ചെയർമാനുമായിട്ടുള്ള VD സതീശൻ നടത്തുമെന്നുള്ളതായിരുന്നു തീരുമാനിച്ചിരുന്നത്. ആ ഒരു തീരുമാനത്തിന് നിൽക്കുന്നതിന് തൊട്ട് മുൻപാണ് UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം PV അൻവർ നടത്തുന്നു. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് ശ്രമിച്ചു എന്ന അൻവറിന്റെ ആ ഒരു പ്രസ്താവന UDF-ലെ കക്ഷികൾക്കുള്ളിൽ വലിയ അമർഷമുണ്ടാക്കി എന്നുള്ളതാണ് PMA സലാം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടുകൂടിയായിരിക്കാം VD സതീശന്റെ ആ ഒരു പ്രഖ്യാപനം വൈകിയത് എന്നുള്ളതാണ് PMA സലാം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അൻവറിനെ ആ നിലയിൽ തന്നെ UDF യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം UDF-നോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ LDF-നെ നേരിടണം എന്നുള്ളത് തന്നെയാണ് ലീഗ് നിലപാട് എന്നുള്ളതാണ് PMA സലാം പറഞ്ഞു വെക്കുന്നത്. ഇക്കാര്യത്തിൽ വീണ്ടും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തും. സ്വാഭാവികമായിട്ടും അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായൊക്കെ തന്നെ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് പറയുന്നൊരു പശ്ചാത്തലത്തിൽ അൻവർ അതിൽ നിന്നും പിന്മാറണമെന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. വിശേഷം ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അൻവർ പോരാടുന്നുണ്ട്. ഒരു ഭാഗത്ത് UDF-ഉം സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും നയങ്ങൾ സമാനമാണ്. അതുകൊണ്ട് തന്നെ അൻവർ UDF-നോടൊപ്പം ചേർന്ന് നിന്ന് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അത് UDF-ന് മുതൽ കൂട്ടാകും, ഇടത് സർക്കാരിനെ താഴെ ഇറക്കാൻ കാരണമാകും എന്നുള്ളതാണ് PMA സലാം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളെ അൻവർ കാണുന്നത് സ്വാഭാവികം മാത്രമാണ്. താഴെ തട്ടിലുള്ള നേതാക്കളെ കണ്ട് അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ മുകൾ തട്ടിലുള്ള നേതാക്കളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും നിലനിൽക്കുന്നില്ലെന്നും PMA സലാം ചൂണ്ടിക്കാണിക്കുന്നു. വേണുഗോപാൽ എത്തുമ്പോൾ PV അൻവറുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.